ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓഗസ്റ്റ് 6-ാം തീയതിയിൽ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. LDC ഉൾപ്പെടെയുള്ള എല്ലാ PSC UPSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് കമ്പൈൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കറണ്ട് അഫയർ നോക്കാം. ദ കുടുംബശ്രീ മിഷൻസ് ഇന്നോവേറ്റീവ് പ്രൊജക്ട് ഫോർ ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഓഫ് ലഞ്ച് ഇൻ സ്റ്റീൽ യുട്ടൻസിൽസ് ഇൻ കംപ്ലയൻസ് വിത്ത് ദ ഗ്രീൻ പ്രോട്ടോകോൾ. അതായത് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സ്റ്റീൽ പാത്രങ്ങളിൽ ലഞ്ച് ഡെലിവറി ചെയ്യാനായിട്ടുള്ള കുടുംബശ്രീയുടെ ഒരു പുതിയ പ്രോജക്റ്റിന്റെ പേര് ലഞ്ച് ബെൽ എന്നാണ്. ആ പുതിയ പ്രോജക്റ്റിന്റെ പേര് ലഞ്ച് ബെൽ. കുടുംബശ്രീയാണ് അത് നടത്തുന്നത്. സ്റ്റീൽ പാത്രങ്ങളിൽ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു പ്രൊജക്റ്റിന്റെ പ്രത്യേകത. നെക്സ്റ്റ്, ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻ ഓഫ് കുടുംബശ്രീ. കുടുംബശ്രീക്ക് സ്വന്തമായിട്ടൊരു ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ പേര് പോക്കറ്റ് മാർട്ട് എന്നാണ്. പോക്കറ്റ് മാർട്ട്. നെക്സ്റ്റ്, റീസെന്റ് റിലീസ്ഡ് ബുക്ക് ഓഫ് കേരള ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പി രാജീവ്. കേരള വ്യവസായ മന്ത്രിയായിട്ടുള്ള പി രാജീവിന്റെ ഈ അടുത്തിടെ പുറത്തിറങ്ങിയ ബുക്ക് ഏതാണെന്ന്? സെലക്ടഡ് എസ്സേസ് എന്നാണ് അതിന്റെ പേര്. സെലക്ടഡ് എസ്സേസ് ആണ് മിനിസ്റ്റർ ആയിട്ടുള്ള പി രാജീവിന്റെ റീസെന്റ് പുറത്തിറങ്ങിയ ബുക്കിന്റെ പേര്. പ്രൊജക്ട് ലോഞ്ച്ഡ് ആസ് പാർട്ട് ഓഫ് നെറ്റ് സീറോ കാർബൺ കേരളം ത്രൂ പീപ്പിൾ ക്യാമ്പയിൻ ടു മേക്ക് ഓൾ അംഗൻവാടീസ് ഇൻ ദ പഞ്ചായത്ത് സീറോ എമിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അതായത് ഒരു പഞ്ചായത്തിലുള്ള എല്ലാ അംഗനവാടികളെയും സീറോ എമിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാക്കി മാറ്റുന്നതിന് വേണ്ടി നെറ്റ് സീറോ കാർബൺ കേരളം ത്രൂ പീപ്പിൾ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ലോഞ്ച് ചെയ്ത പ്രോജക്റ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അങ്കൻ ജ്യോതി എന്നുള്ളതാണ്. അംഗനവാടികളിൽ കൂടുതലായിട്ട് എമിഷൻ ഒന്നും ഇല്ലാണ്ട് സീറോ എമിഷൻ ആക്കി മാറ്റുക. അതായത് കാർബണിന്റെ എമിഷൻ സീറോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത പ്രോജക്റ്റ് ആണ് അങ്കൻ ജ്യോതി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗ്രാവിറ്റി ഡാം ഓൺ ദ റിവർ കാവേരി ആൻഡ് ട്രിബ്യൂട്ടറീസ് ഹേമാവതി ആൻഡ് ലക്ഷ്മണ തീർത്ഥ ഇൻ മാണ്ഡ്യ കർണാടക. അതായത് കർണാടകയിലെ മാണ്ഡ്യയില് റിവർ കാവേരിയിലും അതിന്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ഹേമാവതി ആൻഡ് ലക്ഷ്മണ തീർത്ഥയിലുമായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാവിറ്റി ഡാം ഉണ്ട്. അതിന്റെ പേര് കൃഷ്ണരാജസാഗർ ഡാം എന്നാണ്. കൃഷ്ണരാജസാഗർ ഡാം. അപ്പൊ ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് ഡാം, അത് സ്ഥിതി ചെയ്യുന്ന നദി ഏത് സ്റ്റേറ്റിലാണ്, അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണരാജസാഗർ ഡാം കർണാടകയിലാണ്. കാവേരി നദിയിലും അതിന്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ഹേമാവതി, ലക്ഷ്മണ തീർത്ഥ ഇതിൽ ആയിട്ടാണ് ഈ ഒരു ഗ്രാവിറ്റി ഡാം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിനെപ്പറ്റി വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ നെയിമിംഗ് വന്നിരിക്കുന്നത് മഹാരാജ കൃഷ്ണദേവരായ വാഡിയാർ നാലാമന്റെ പേരിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 1911-നും 1931-നും ഇടയ്ക്കാണ് ഈ ഒരു ഡാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ ചെയ്തത് വിശ്വേശ്വരയ്യാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃഷ്ണരാജസാഗർ ഡാമുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ആർട്ടിക്കിൾ ഇഫക്റ്റീവ്ലി നള്ളിഫൈഡ് ഓൺ ഓഗസ്റ്റ് 5, 2019 വിച്ച് ഗ്രാൻഡർ സ്പെഷ്യൽ പവേഴ്സ് ടു ജമ്മു ആൻഡ് കാശ്മീർ. അതായത് ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരങ്ങൾ നൽകിയിരുന്ന 2 വകുപ്പുകൾ 2019 ഓഗസ്റ്റ് 5-ന് റദ്ദ് ചെയ്തിരുന്നു. ആ വകുപ്പുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 370-ഉം ആർട്ടിക്കിൾ 35A-യുമാണ് അന്ന് റദ്ദ് ചെയ്ത വകുപ്പുകൾ. ഇപ്പൊ ആ ഒരു ഇത് ചെയ്തിട്ട് 5 വർഷം ആവുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ആർട്ടിക്കിൾ റദ്ദ് ചെയ്തതിന് ശേഷം ജമ്മു കാശ്മീരിനെ റീഓർഗനൈസ് ചെയ്തിട്ട് 2 യൂണിയൻ ടെറിട്ടറീസ് ആക്കിയിട്ട് മാറ്റി. ഒന്ന് ജമ്മു കാശ്മീരും മറ്റൊന്ന് ലഡാക്കും. ആ ഒരു കാര്യം കൂടി അതിനുശേഷം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ആർട്ടിക്കിൾസ് 370-ഉം 35A-യുമാണ് ജമ്മു കാശ്മീരിന് സ്പെഷ്യൽ പവേഴ്സ് കൊടുത്തിരുന്ന ആർട്ടിക്കിൾസ്. അതാണ് 2019 ഓഗസ്റ്റ് 5-ന് നള്ളിഫൈ ചെയ്തത്. നെക്സ്റ്റ്, സ്കീം ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻ 2014 ടു അഡ്രസ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് ഓൺ കോസ്റ്റൽ ഏരിയാസ് ആൻഡ് എൻഷുർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് കോസ്റ്റൽ റീജിയൻസ്. അതായത് 2014 മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ലോഞ്ച് ചെയ്ത ഒരു സ്കീം എന്തിനു വേണ്ടിയിട്ടാണ്? കോസ്റ്റൽ ഏരിയയിൽ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക, അതുപോലെ അതുവഴി കോസ്റ്റൽ റീജിയനിൽ ഒരു
സുസ്ഥിരമായിട്ടുള്ള വികസനം നടപ്പിലാക്കുക. ഇതിനൊക്കെ വേണ്ടി ലോഞ്ച് ചെയ്ത പ്രോഗ്രാമിന്റെ പേര് നാഷണൽ കോസ്റ്റൽ മിഷൻ സ്കീം എന്നാണ്. നാഷണൽ കോസ്റ്റൽ മിഷൻ സ്കീം. ഇതെന്ന് പറയുന്നത് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, NAPCC, ആ ഒരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് നാഷണൽ കോസ്റ്റൽ മിഷൻ സ്കീം ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ്, when the goal is achieved, which island in Kochi is going to be the first island in the country relying solely on the solar power for household requirements? അതായത് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലെ ഒരു ഐലൻഡ് നമ്മുടെ രാജ്യത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഐലൻഡ് ആവാൻ പോവാണ്. എന്തിന്റെ പേരിലാണ്? ഈ ഫുള്ളായിട്ടും ഹൗസ് ഹോൾഡ് റിക്വയർമെന്റ്സ് സോളാർ പവറിലൂടെ, സൗരോർജത്തിലൂടെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഫുൾ പവർ അതിലൂടെ നേടിയെടുക്കുന്ന ഒരു ഐലൻഡായിട്ട്, രാജ്യത്തിലെ തന്നെ ആദ്യത്തെ ഐലൻഡായിട്ട് മാറാനായിട്ട് പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു ഐലൻഡ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ താന്തോന്നി തുരുത്ത് എന്നാണ്. താന്തോന്നി തുരുത്ത്, അത് കൊച്ചിയിലാണ് വരുന്നത്. നെക്സ്റ്റ്, വെറ്റ്ലാൻഡ് ഇൻ ഭോപ്പാൽ, മധ്യപ്രദേശ്, അറ്റ് റിസ്ക് ഓഫ് ബീങ് റിമൂവ്ഡ് ഫ്രം റാംസർ കൺവെൻഷൻ ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇന്റർനാഷണൽ വെറ്റ്ലാൻഡ്സ്. അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയില് മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള ഒരു വെറ്റ്ലാൻഡ് റാംസർ കൺവെൻഷൻ ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇന്റർനാഷണൽ വെറ്റ്ലാൻഡ്സിൽ നിന്ന് റിമൂവ് ആവൂ എന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നുണ്ട്. റിമൂവ് ആവാം ചിലപ്പോ എന്നുള്ളൊരു പേടിയിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു വെറ്റ്ലാൻഡ് ഏതാണെന്നാണ് ചോദ്യം. ഭോജ് വെറ്റ്ലാൻഡ് ആണ്. അപ്പൊ ഭോജ് വെറ്റ്ലാൻഡ് റാംസർ കൺവെൻഷൻ ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇന്റർനാഷണൽ വെറ്റ്ലാൻഡ്സിന്ന് ഇന്ത്യയിൽ നിന്ന് ഇൻക്ലൂഡഡ് ആണ്. മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വെറ്റ്ലാൻഡിന്റെ പ്രത്യേകത, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലാർജ് മാൻമെയ്ഡ് ലേക്സ് ഇൻ സെൻട്രൽ ഇന്ത്യ. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള ലേക്കുകളിൽ ഉള്ള ഒരു ലേക്കാണ് ഭോജ് വെറ്റ്ലാൻഡ്. സെൻട്രൽ ഇന്ത്യ അഥവാ മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം സെൻട്രൽ ഇന്ത്യയിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭോജ് വെറ്റ്ലാൻഡ് റിമൂവ് ആവോ റാംസർ കൺവെൻഷൻ ലിസ്റ്റ് എന്നുള്ള ഒരു പേടി ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭോജ് വെറ്റ്ലാൻഡ് കറണ്ട് അഫയേഴ്സിൽ ഉള്ളതുകൊണ്ട് അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. Next, Finance Ministry has reversed the proposed post-budget customs duty hike of 150% on which imported products following an outcry from scientists. അതായത് ഈ ഒരു ഇപ്പൊ നടന്ന ബഡ്ജറ്റില് നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രി ഒരു പ്രത്യേക പ്രൊഡക്റ്റിന് 150% അതിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി ഹൈക്ക് ചെയ്തിരുന്നു. പക്ഷെ ശാസ്ത്രജ്ഞന്മാരുടെ ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്ന ഭയങ്കരമായിട്ടുള്ള എതിർപ്പ് കാരണം ആ ഒരു കസ്റ്റംസ് ഡ്യൂട്ടി ഹൈക്ക് അവര് വേണ്ടെന്ന് വെച്ചു. അത് പണ്ടത്തെ ഉണ്ടായിരുന്ന 10% തന്നെ കൊണ്ടുവന്നു. അപ്പൊ അത് ഏത് പ്രോഡക്റ്റിനാണ് ഇത്രയും വലിയൊരു ഡ്യൂട്ടി അവർ ഹൈക്ക് ചെയ്തത്? അത് ലബോറട്ടറി കെമിക്കൽസിനായിരുന്നു ഈ ഒരു ഹൈ ഡ്യൂട്ടി ഹൈക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇനീഷ്യേറ്റീവ് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. LDC ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.